എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്നേഹേഷ്. ഈ പേര് കേൾക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി ചോദിക്കും എന്ത്. അപ്പോൾ ഞാൻ വീണ്ടും സ്നേഹത്തോടെ പറയും സ്നേഹേഷ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നോടൊരു സ്നേഹം തോന്നില്ലേ? അത് സ്വാഭാവികമാണ്. എനിക്ക് പേരിട്ടത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പ്രദീപേട്ടനാണ്. അത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ പുള്ളി എന്നെ ഒരു ദിവസം കാണാൻ വന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ മുഖത്തേക്ക് വളരെ നിഷ്കളങ്കമായി ഒരു ചിരിച്ചു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇപ്പം ഭയങ്കര സ്നേഹവന് വലുതാകുമ്പോൾ പുള്ളിക്കും. അങ്ങനെ പുള്ളി എനിക്ക് പേരിട്ടു സ്നേഹേഷ്. പുള്ളി അച്ഛനോട് ചോദിച്ചിട്ടാട്ടെ. അപ്പോൾ ആദ്യത്തെ കുഞ്ഞും അതും ആൺകുട്ടിയായിട്ടും കൂടി ആ അവകാശം പുള്ളിക്ക് മുദ്രപത്രത്തിൽ കണ്ട് പുള്ളി എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ വരുന്നത് ഏതാ നാട് എന്നറിയാലോ, പക്ഷെ ഞാനത് പറയണില്ല. ഒരു പാട്ടങ്ങോട് പാടാം. ചണ്ടിമുണ്ടി കള്ളിമുള്ളാണോടി ചുറ്റോട് ചുറ്റുള്ള ചാപ്പറമ്പ്, ചാപ്പറമ്പിൽ ചെമ്മിനുണക്കണ ചീരൊത്ത് ചീരുനെ കണ്ടേ ഞാൻ. ചീറ്റി നിക്കണ ഈറ്റ പുലി പോലെ ചന്തം കൊണ്ടാണോടി നോക്കണത്. ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കുടിക്കാരൻ ഞാനാണ്ടി. അതാണ് നമ്മുടെ മണിച്ചേൻ്റെ സ്വന്തം ചാലക്കുടി. ഞാനും മണിച്ചേട്ടനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. എന്താണെന്ന് അറിയാം, പക്ഷേ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും? എന്തെങ്കിലും ക്ലൂ? രണ്ടുപേരും ചാലക്കുടിക്കാരാണ്. അതല്ല, അതിനേക്കാളും വലിയൊരു ബന്ധമുണ്ട്. എന്നെ നാട്ടിൽ മണിന്ന് തന്നെ വിളിക്കുക. ഓ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പുള്ളി കലാപവും മണി, ഞാൻ കനാൽപ്പാലം മണി. അത് ചാലക്കുടിക്ക് അടുത്തുള്ള അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കനാൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മേളക്കാരുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ഞാനും. നമ്മുടെ നാട്ടിൽ സീനിയറായിട്ടൊരു മേളക്കാരൻ, പുള്ളിയുടെ പേര് കുമാരൻ എന്നാണ്. നമ്മളെല്ലാവരും പുള്ളിനെ കുമാരൻ വലിപ്പെന്ന് വിളിക്കുക. സാധാരണ നമ്മളൊരു സ്ഥലത്ത് പരിപാടിക്ക് ചെല്ലുവാണെങ്കിൽ ഇപ്പം രമേശേൻ്റെ മേഘാഷൊക്കെ ആണെങ്കിൽ അങ്ങനെയായിരിക്കും. മേഘാഷോ രമേഷ് പിഷാരടി നയിക്കുന്ന പ്രചോദയുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കുമല്ലോ. പുള്ളിയുടെ പരിപാടി എവിടെ ഉണ്ടെങ്കിലും നമ്മളവിടെ ചെന്ന നോട്ടീസ് ബോർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, മേളക്കാരൻ കുമാരൻ ഇന്നേ ദിവസം മദ്യപിക്കാൻ പാടുള്ളതല്ല. ദയവ് ചെയ്ത് കമ്മിറ്റിക്കാരും പുള്ളിക്ക് മദ്യം കൊടുക്കാൻ പാടുള്ളതല്ല. ഇതാണ് പുള്ളിയുടെ റേഞ്ച്. പുള്ളി സാധാരണ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പിൻ്റെ ആളാണ്, അറിയാലോ, ഇങ്ങനെ കൊമ്പ് ഊതണേ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കുഴലിന് ആളില്ല. കമ്മിറ്റിക്കാർ പ്രശ്നം തുടങ്ങി, എന്താ ചെയ്യപ്പോൾ? അപ്പോൾ വല്യപ്പം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന്. അതെങ്ങനെ ഇത്? പുള്ളി പറയാണ്, ഒരു കസേര എടുത്തിട്ട് ഒരു കുഴൽ അവിടെ വെച്ചു. ആദ്യം പുള്ളി കൊമ്പൂതും, എന്നിട്ട് ഇത് തോളത്തിട്ടിട്ട് കുഴലെടുത്തിട്ട് കുഴലൂതും, പിന്നെ ഇത് ഇവിടെ വെച്ചിട്ട് വീണ്ടും കൊമ്പെടുത്ത് ഊതും. സാധാരണ കലാശത്തിന് ഇത് രണ്ടും ഒരുമിച്ച് ഊതണം. ആ സമയത്ത് പുള്ളി വെറുതെ വീഡിയോ വിളിച്ചിരിക്കും. ഇങ്ങനെ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് പുള്ളി. അങ്ങനെ പുള്ളി നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു അമ്പലത്തിൽ പുള്ളി മേളത്തിന് ചെല്ലാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് അറിയില്ല പുള്ളിയുടെ ഈ മദ്യപാനം പരിപാടിയൊന്നും. വൈകുന്നേരമായ പുള്ളിക്ക് അടിക്കണം. മേളം കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രക്ഷയില്ല. കമ്മിറ്റിക്കാരെടുത്ത് വെച്ചു, സാധനം ഉണ്ടോയെന്ന് വെച്ചു. അവർ പറഞ്ഞു, ചേട്ടാ ദാ മതിലില്ലേ, അതിൻ്റെ സൈഡിൽ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് സന്തോഷമായി. പുള്ളി നേരെ ചെന്നിട്ട് അവിടെ നോക്കിയപ്പോൾ ത്രിബ്ലക്സ് റമ്മിൻ്റെ കുപ്പിയിൽ സാധനം ഇരിക്കുക. ഇപ്പുറത്ത് നോക്കി അപ്പുറം കാണാൻ പറ്റില്ല. അതാണ് സംഭവം. പുള്ളി എന്നിട്ട് ഒരു വെട്ട് ഗ്ലാസ് എടുത്തിട്ട് ഇതിലൊഴിച്ചിട്ട് വലിച്ചൊരടിയാ. അടിച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്രഷനും സാധനം കിട്ടിയിട്ട് പുള്ളി ടച്ചിങ്സ് കാണില്ല. നോക്കിയപ്പോൾ അപ്പുറത്ത് ദീപാരായന കഴിഞ്ഞാൽ കർപ്പൂരം കത്തിച്ച് വെച്ചിക്കുക. അത് ഒരെണ്ണെടുത്ത് നാവിലായിട്ട് ഒരു ചവ പുള്ളിയായിട്ട് അവിടെ നിന്ന് അടി ഒരു റോളിൽ അങ്ങോട്ട് പോയി. പിന്നെ കൂടെ നമ്മുടെ വേറെ മേളക്കാരൻ ചെല്ല. പുള്ളി ചോദിച്ചു, സാധനം എവിടെ ഇരിക്കണം? ദേ അവിടെ ഇരിക്കേണ്ടത് കമ്മിറ്റിക്കാരൻ പറഞ്ഞു. പുള്ളി ചെന്നിട്ട് ഇതുപോലെ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വലിച്ചൊരടിയും റൊറ്റ തുപ്പാണ് പുള്ളി പൂന്നും പറഞ്ഞു. കമ്മിറ്റിക്കാരൻ ചോദിച്ചു, എന്തൊരു ചേട്ടൻ വേണ്ടെങ്കിൽ പറഞ്ഞാൽ പറയും സാധനം തുപ്പണമെന്ന്. എടുത്ത് നോക്കി പുള്ളി പറയാ, ഇത് വിളക്കിൽ വയ്ക്കണ എന്നോടോ ഈ സാധനം ഇങ്ങനെ കുടിക്കണേന്ന്. അപ്പൊ കമ്മിറ്റിക്കാരൻ നേരത്തെ പോയ ചേട്ടൻ ഇത് അടിച്ചിട്ടാണല്ലോ പോയെന്ന്. ചെന്ന് നോക്കിയപ്പോ നേരത്തെ അടിച്ചു പോയ കുമാരൻ വലിപ്പം മതിൽമ ചാരിന്നത് ഇങ്ങനെ നാടാ ഈ സാധനം അടിച്ചിട്ട്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ശശിയേട്ടൻ എണ്ണ കമ്പനി അടുത്താണ്. പുള്ളിയുടെ ബ്രാൻഡ് അംബാസിഡർ ഇപ്പൊ കുമാരൻ വലിപ്പനാണ്. നിന്ന് കത്തും നല്ല തെളിമയോടെ എന്ന് പറഞ്ഞ ബ്രാൻഡും പുള്ളിയുടെ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. ഇതാണ് ഇപ്പൊ പുള്ളിയുടെ അവസ്ഥ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം താലുണ്ട്. താലം എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല പെൺപിള്ളേരും ഇങ്ങനെ താലൊക്കെ പിടിച്ച് കണ്ട കൊതിയാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരിങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ ബാക്കി കൂടെ ആനത്തിടമ്പെടുത്തിട്ട് ഇങ്ങനെ വരണ്ട്. മൂപ്പരാണ് ഫ്രണ്ടിൽ ചെണ്ട ഇങ്ങനെ പിടിച്ച് താളടിച്ചിട്ട് പോവാ. ആള് ചെറുതായിട്ട് ഇങ്ങനെ ആടണുണ്ട്. മുണ്ട് കുറച്ചിങ്ങനെ അഴിഞ്ഞ് കിടക്കുക. ഇതിലേതൊരു ചേച്ചി അമ്പലം വലം വെച്ച് പറഞ്ഞ മുണ്ടുമ്മ കയറി ചവിട്ടി. പിന്നെ കാണുന്ന കാഴ്ച, ഒരു കാക്കി ട്രൗസർ ഇട്ട് പുള്ളി വലന്തല പിടിച്ച് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ കിടന്ന് നടക്കുക. പുള്ളി സാധനം പറഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോ തിടമ്പെടുത്തിക്കണ ആന തിരിഞ്ഞ് നിന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ചിരിക്കുക. എന്നിട്ട് ഇത് പോരാണ്ട് പാപ്പാൻ്റെ തോളത്ത് ഒറ്റ തട്ടും. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കുറച്ച് പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ പുള്ളിക്കാകെ വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ ആളൊരു ദിവസം കൊമ്പൊക്കെ മേളം പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ രാത്രി ജംഗ്ഷനിൽ വന്ന് നിൽക്കുക. നോക്കിയപ്പോൾ വെറുതെ ഒരു പണിയില്ലാണ്ട് 4-5 പട്ടികളവിടെ കിടക്കണം. പുള്ളി ഇങ്ങനെ നോക്കി, വെറുതെ അവർ കിടക്കായിരുന്നു. ഒരു കല്ലെടുത്ത് പുള്ളി എറിഞ്ഞു ഈ പട്ടികൾ കുറേ തുടങ്ങി. പുള്ളിക്കൊരു രക്ഷയില്ല. പുള്ളി ആ കൊമ്പെടുത്തു. കൊമ്പെടുത്തിട്ട് ഒരു ഊത്ത് പട്ടികൾ തിരിച്ചു
നോക്കിയപ്പോ പട്ടികളും പുള്ളിയും കൂടി അവിടെ ഒരു മേളകട് അങ്ങനെ ആ മേളം ഈ മേളം കഴിഞ്ഞ് പുള്ളി വീട്ടിൽ ചെന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രായമായി, പിന്നെ ആൾക്ക് അങ്ങോട്ട് ഊതാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ആളെന്ത് ചെയ്തു, പതുക്കെ താളത്തിലേക്ക് മാറാം. അതാകുമ്പോൾ ഇങ്ങനെ വെറുതെ കക്ഷത്തിലേക്ക് വെച്ച് നടക്കാമല്ലോ പുള്ളിക്ക്. അങ്ങനെ പുള്ളി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ശിങ്കാരിമേളമാണ്. ശിങ്കാരിമേളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ തുള്ളണം, സ്റ്റെപ്പ് ഇടണം, പ്രത്യേകിച്ച് താളക്കാർ. പുള്ളിക്ക് വളന്തല പിടിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ മാറി അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും അറിയും. പുള്ളി താളം കൊണ്ട് ഇങ്ങനെ വരണം. താളം കൊണ്ടുവന്നുമ്പോൾ ശിങ്കാരിമേളത്തിന് താളക്കാർ സ്റ്റെപ്പ് ഇടാന്ന് പറഞ്ഞാൽ താമരമുട്ട് വിരിക്കുക, വഞ്ചി കുത്ത, കുരിശ്. അത് പള്ളിയിലെത്തുമ്പോൾ പ്ലസ് ആവും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യുക. സ്ഥിരം താമരമുട്ട് ഞാനാ. താമരമുട്ടിൻ്റെ വെളുപ്പുള്ളതുകൊണ്ടോന്ന് അറിയില്ല, എന്നെയാണ് സ്ഥിരം താമരമുട്ട്. ഞാൻ സെൻറ്ററിൽ നിന്നൊക്കെ വിരിഞ്ഞു വരും ഈ പരിപാടി ഇറങ്ങുമ്പോൾ. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ പുള്ളി മേളത്തിന് ഒന്നുക, പുള്ളി താളം പിടിച്ചിട്ട് ഞങ്ങളിരുന്ന് വഞ്ചി കുത്ത. പുള്ളി കൊട്ടൻ ചുക്കാദ്യമേണ് പുള്ളി നടക്കണേ. പുള്ളി ഇരുന്ന് വരുമ്പോഴേക്കും ഞങ്ങൾ എനിക്കും. പുള്ളി ഇങ്ങനെ നോക്കും, വീണ്ടും ഞങ്ങളിരുന്ന് കുത്തും. അപ്പോൾ പുള്ളി വീണ്ടും ഇരുന്ന് വരുമ്പോഴേക്കും ഞങ്ങൾ എനിക്കും. ഇത് 5-6 പ്രാവശ്യം എനിക്ക് അവസാനം ആൾക്ക് പ്രാന്തായിട്ട് ഈ താളം വലിച്ചെറിഞ്ഞിട്ട് ഒരു വയസ്സായ ആളോടാണ് നിങ്ങൾ കാണിക്കണത് ഞങ്ങളുടെ മുഖത്ത് കിട്ടി. സാധാരണ പരിപാടിക്ക് പോകുമ്പോൾ കമ്മിറ്റിക്കാരും മേളക്കാരും തമ്മിലാണ് തല്ലുണ്ടാവുക. ഇത് മേളക്കാർ തമ്മിൽ തല്ലുണ്ടായിട്ട് കമ്മിറ്റിക്കാർ പിടിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായി. അത് പുള്ളിയുടെ ഒരിതാണ്. പിന്നെ പ്രായമായപ്പോൾ പുള്ളി ഈ താളവും നിർത്തി. പിന്നെ ആൾക്ക് കൃഷിയിലേക്ക് കടന്നു. അപ്പം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി പറയാം മുരുങ്ങൂര് ഗേറ്റ്, അതിൻ്റെ അപ്പുറത്ത് പുള്ളിക്കാരന് വലിയൊരു പാടമൊക്കെ ഉണ്ട്. തേവാമ്പൂലാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ താഴെയാണ്. ആ വഴിക്കാണെങ്കിൽ റെയിലുള്ളതുകൊണ്ട് ഇരുട്ടില്ല, ആകെ ട്രെയിൻ പോകുമ്പോൾ ഒരു വെളിച്ചം കണ്ടു. പുള്ളി അങ്ങനെ രാത്രി തേവാൻ പോവും. ടോർച്ചും കൊണ്ടാണ് സാധാരണ പോവുക. പുള്ളി ചില സമയത്ത് നടക്കുമ്പോഴേ നമ്മുടെ കാലെന്തെങ്കിലുമൊക്കെ തട്ടും. നമ്മളെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ട ചോരയായിരിക്കും. ഇത് ആത്മഹത്യ ചെയ്തിട്ട് ആൾക്കാർ തലേദിവസം ആത്മഹത്യ ചെയ്തിട്ട് ഇത് പുള്ളി വെളുപ്പാങ്കാലത്താണല്ലോ പോണേ, പുള്ളി ഇത് അറിയില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ദിവസം പുള്ളി പോയില്ല വയ്യാണ്ട്. പിറ്റേ ദിവസം പുള്ളി പോയപ്പോൾ ടോർച്ച് എടുക്കാനും മറന്നുപോയി. ആളപ്പോൾ ഇങ്ങനെ റെയിൽ മോഡ് നടക്കുമ്പോൾ അകലൊരു നിഴൽ നിൽക്കണ്. ഇതെന്താന്ന് വെച്ച് വിളിച്ചു വെച്ചിട്ട് മിണ്ടല്ലേ. പുള്ളിക്ക് മനസ്സിലായി ഇത് മറ്റവൻ തന്നെ, പ്രേതറങ്ങിയതാ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവിടെ വെള്ളിയാഴ്ചയാണ് അവിടെ പ്രേതറങ്ങൽ പതിവാ. പുള്ളി അപ്പോൾ വീണ്ടും ഇങ്ങനെ നോക്കി വിളിച്ചിട്ട് കേൾക്കണില്ല. പുള്ളി ടോർച്ചില്ലല്ലോ. പുള്ളി പതുക്കൊന്ന് കുനിഞ്ഞിട്ട് ഒരു കല്ലെടുത്തിട്ട് റെയിലിൻ്റെ ട്രാക്കിൽ മെറ്റലിന് കുറവില്ല, എടുത്തിട്ട് ഒറ്റ വീക്ക് വഴി എന്ന് പറഞ്ഞ ശബ്ദത്തോടി തിരിച്ചിങ്ങോട്ട് വീക്കണ്. പുള്ളി വീണ്ടും അങ്ങോട്ട് വീക്കി, തിരിച്ചിങ്ങോട്ട് വീക്കണ്. 2-3 പ്രാവശ്യം വീക്കി തിരിച്ചിങ്ങോട്ട് തന്നെ വീക്കാ. പുള്ളി അവിടെ നിന്ന് ഓടി പുള്ളി വീടെത്തി. അങ്ങനെയാണ്ട് ആൾക്ക് പനി വന്നു. ആൾ അയലക്കാരോട് പറഞ്ഞു സംഭവം ഇങ്ങനെയാണ്, അവിടെ പ്രേതമുണ്ട്. നോക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ്, പ്രേതങ്ങളെ സാധ്യതയുണ്ട്, അമ്പലത്തിൻ്റെ താഴെയാണ്. അയലക്കാർ ഇതെന്താ അറിയാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം 2 പേര് ചെല്ലുമ്പോൾ അവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. സംഭവം ഉറപ്പിച്ചു. തലേദിവസം ആത്മഹത്യ ചെയ്തു. അവരോട് ഇത് പോയിട്ടില്ല, പോണേക്കാളും മുമ്പ് പുള്ളീനൊന്ന് കണ്ടിട്ട് പോയതാ. സംഭവം മനസ്സിലായി. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് തലേ ദിവസം റെയിൽവേക്കാർ കൊണ്ടുവച്ച പുതിയൊരു ബോർഡ് ഇതിങ്ങനെ ഞെളങ്ങിട്ടിരിക്കുക. ഈ സാധനത്തിന് തലയില്ലാണ്ട് ത്രികോണ ഷേപ്പിലാ. പുള്ളിക്ക് ഇതൊരു തലയില്ലാത്ത ആളുടെ പോലെ. പുള്ളി അതുമേക്ക് എറിയും, അതുമ്മ തട്ടി തിരിച്ചിങ്ങോട്ട് വരും, അങ്ങോട്ട് എറിയും തിരിച്ചിങ്ങോട്ട് വരും, അങ്ങോട്ട് എറിയും തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ റെയിൽവേക്കാർ ആ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ആരത് ചെയ്തതെന്ന്. മിക്കവാറും എപ്പിസോഡ് കഴിയുമ്പോൾ പുള്ളിനെ പോലീസാ പൊക്കും. പിന്നെ ആളെ കാണണമെങ്കിൽ രമേശേട്ടാ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഡൽഹി പോകണം, തീഹാർ ജയിലിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദാറ്റ്സ് മൈ ടൈം. താങ്ക് യു.